എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് തിരക്കുകളായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് താമസിച്ചത്. സോ ഇനി എല്ലാ ദിവസവും തന്നെ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഈ ഫോട്ടോഗ്രാഫർമാരുടെ കസ്റ്റമർ ആകുന്നവർക്കുള്ള വിഷയമാണ്. ഇപ്പം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ റീസെന്റ്ലി വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. പലരുടെയും ഒരു പ്രശ്നമാണ്, നമ്മൾ ഫോട്ടോ വർക്ക് കൊടുക്കും, ഫോട്ടോഗ്രാഫറിന് വർക്ക് കൊടുക്കും, അതിനുശേഷം ഇതിന്റെ ഔട്ട്പുട്ട് മാസങ്ങളോളം വർഷങ്ങളോളം ആയിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ട്. പലരും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഫോട്ടോഗ്രാഫർമാരെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർമാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ വർക്കിലേക്ക് വിളിക്കുന്നത്. വെഡ്ഡിങ് കമ്പനികളെയൊക്കെ കൂടുതലും ഇപ്പോഴും ആശ്രയിക്കാറുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റോ ഒന്നും ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ വർക്കുകളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നിയമപരമായിട്ടും ഇതിലേക്ക് ഇതിന്റെ പുറകെ ഒന്നും നീങ്ങാൻ പറ്റാതെ വരുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇനി റീസെന്റ്ലി ഇനി വിവാഹം കഴിക്കാൻ പോകുന്നത്, നിങ്ങൾ ഏത് വെഡ്ഡിങ് കമ്പനീനെയോ ഏത് സ്റ്റുഡിയോയോ ഏത് ഫോട്ടോഗ്രാഫറെയോ നിങ്ങൾ വർക്ക് ഏൽപ്പിച്ചോളൂ. പക്ഷെ വർക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവരുമായിട്ട് പ്രോപ്പറായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. കാരണം നിങ്ങൾ കൊടുക്കുന്ന പൈസ എങ്ങനെയായിരിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നും എങ്ങനെയാണ് എത്ര സമയം കൊണ്ട് ഇത് കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. ഈ എഗ്രിമെന്റ് ഇല്ലാത്തപ്പോൾ നിങ്ങൾക്കൊരു നിയമപരമായിട്ടൊരു നടപടിയിലേക്കോ നീങ്ങാൻ പോലും പറ്റില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കംപ്ലൈന്റ് പോലും ഒരിടത്ത് കൊടുക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫർമാരുടെ തന്നെ സംഘടനകളൊക്കെ ഉണ്ട്. ഈ സംഘടനയിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ അവരുടെ ആധികാരികത ഉറപ്പുവരുത്തുന്ന ആളുകൾക്ക് നിങ്ങൾ വർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ അവിടെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് വാങ്ങിച്ചെടുക്കാം. ഈ വെഡ്ഡിങ് കഴിയുമ്പോഴേ ഫോട്ടോഗ്രാഫർമാരുടെ കയ്യിൽ അല്ലെ വീഡിയോഗ്രാഫർമാരുടെ അല്ലെ വെഡ്ഡിങ് കമ്പനികളുടെ കയ്യിൽ ഏകദേശം ഒരു 80% പൈസ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. കാരണം അതിന് എക്സ്പെൻസ് ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ കൊടുക്കാറുണ്ട്. സോ അത് കൊടുക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്ക് ത്രൂ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ബാങ്ക് ത്രൂ ആയിട്ട് അല്ലെ റെഡി ക്യാഷ് കൊടുക്കുന്നതിനേക്കാൾ ബാങ്ക് ത്രൂ ആയിട്ട് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു എവിഡൻസ് ആയിട്ടൊക്കെ നിൽക്കും. അതിലുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന ആളുകൾക്ക് വർക്ക് കൊടുക്കുക, നന്നായി ചെയ്യുന്ന ആളുകളെ വർക്ക് കൊടുക്കുക, അവരുടെ ആധികാരികതകളെല്ലാം നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ഫീഡ്ബാക്കുകൾ, കസ്റ്റമറുമായിട്ടുള്ള ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള കസ്റ്റമറുമായിട്ട് സംസാരിക്കുക, അതിനുശേഷം വർക്ക് കൊടുക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് കണ്ടിട്ട് വർക്ക് കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വർക്ക് കൊടുക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുക്കുക. ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. പലർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. സോ ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്. സോ നിങ്ങളുടെ വിവാഹ ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കൃത്യമായി പ്രോപ്പറായിട്ട് ചെയ്യുക. ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് കാണണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെന്നോ ആവശ്യമുള്ളവർ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.